നമുക്കിന്നൊരു ഡിസൈനർ ചവിട്ടി ഉണ്ടാക്കാവേ. സാധാരണ ഉണ്ടാക്കുന്നതിൽ ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ആ മാറ്റിന് എത്ര തുണിയാണോ എടുക്കുന്നത് അത്രയും നീളത്തിൽ നമ്മൾ കുറച്ച് റിബൺ തയ്ച്ച് വെക്കണം. തയ്ച്ച് വെച്ചതിന് ശേഷം അത് ഒരേ വലിപ്പമായിരിക്കണം കേട്ടോ, ഒന്നുകൂടി ഒന്നും കുറഞ്ഞു പോരുത്. അത് നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം ഇതിപ്പോൾ അഴുക്കുപുറമല്ലേ, ഇനി നമ്മൾ അതിനൊരു പിന്ന്, സെറ്റ് പിൻ ഉപയോഗിച്ച് നമ്മളതിനെ തിരിച്ചിടണം. അതിനകത്തൂടെ തിരിച്ചിട്ട് നമ്മൾ നല്ല പുറത്തേക്ക് മാറ്റി വെക്കണം. അങ്ങനെ നമുക്ക് കുറച്ചേറെ റിബണുകൾ ഇങ്ങനെ നമ്മൾ സൈഡ് തയ്ച്ച് അതിനകത്തൂടെ പിൻ കയറ്റിയെടുത്ത് നമുക്കത് നല്ല വശത്താക്കി കുറേ റിബണുകൾ ആദ്യം ഉണ്ടാക്കി വെക്കുകയാണ് ഇതിനാദ്യം ചെയ്യേണ്ടത്. റിബൺ എടുക്കുമ്പം നിങ്ങളിപ്പോൾ ഏത് കളറാണ്, ഇപ്പം ബ്ലാക്ക് കളറാണ് എടുത്തെങ്കിൽ മഞ്ഞ റിബൺ, അങ്ങനെ ഒരു നല്ലൊരു കോമ്പിനേഷനാവും, നല്ല രസമായിരിക്കും. ഞാനിപ്പോൾ ഒരു വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് റിബണ് റെഡ് കളർ എടുത്തു. അപ്പോൾ അതൊരു നല്ല കാണാനൊരു ഭംഗി ഉണ്ടാവുമേ. എന്നിട്ട് നമ്മളങ്ങനെ ഓരോ റിബണും സൈഡ് തയ്ച്ചതിന് ശേഷം ഒരു പിന്നു കൊണ്ട് നമ്മളതിൻ്റെ അത് തിരിച്ചിടണം. അതായത് അതിൻ്റെ നല്ല വശം നമ്മൾ എടുത്ത് ഇടണം. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന അത്രയും റിബണുകൾ നമ്മൾ നല്ല വശം മടക്കിയെടുത്ത് വെക്കുക. അടുത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മാറ്റി തയ്ക്കാനുള്ള തുണി എടുത്തിട്ട് നമ്മളതിൻ്റെ നീളവും വീതിയും ഒന്ന് കൃത്യമായിരിക്കണം. നീളം എടുക്കുന്നതും വീതി എടുക്കുന്നതും അത് ഞാൻ ഈ ടേപ്പിൽ കാണിച്ചിരിക്കുന്ന അത്രയും വീതിയും നീളത്തിലും തുണി എടുക്കണം. അതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ആ തുണിയുടെ സൈഡ് വശം, ഇത് ഞാൻ സൈഡ് വശം നേരത്തെ അടിച്ച ഒരു തുണി ആയതുകൊണ്ട് നിങ്ങൾ സൈഡ് അടിക്കുകയൊന്നും വേണ്ട, നമുക്കതിന് ബോർഡർ വെക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ ഈ തുണി എടുത്തതിന് ശേഷം ഒരു 1.5 ഇഞ്ച് അകലത്തിൽ കുറേ റിബൺ പോലെ മുറിച്ച് മാറ്റരുത്, ഒന്ന് സൈഡ് അങ്ങ് നിർത്തിയേക്കണം, മുഴുവൻ മുറിക്കരുത്. അങ്ങനെ ഒരേ നീളത്തിൽ നമ്മളത് ആദ്യം മാർക്ക് ചെയ്തിട്ടാണെങ്കിൽ നല്ലതാണ്. ഒരേ നീളവും ഒരേ വീതിയായിരിക്കണം. നമ്മളങ്ങനെ മുറിച്ചിടുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ മുറിച്ച് മാറ്റിയിരിക്കുന്ന തുണി അത് ഒരു കാര്യം ഓർത്തോണം, മുറിക്കുമ്പോൾ അറ്റം വരെ മുറിക്കരുത്, അറ്റം അവിടെ ഇട്ടേക്കണം. നമുക്കവിടെ ഇനിയും ബോർഡറൊക്കെ തയ്ക്കേണ്ടതാണ്. ഇങ്ങനെ മുറിച്ച് എല്ലാം ഒരേ അളവിൽ മുറിച്ചു ചെയ്തതിന് ശേഷം നമ്മൾ ഈ തയ്ച്ച് വെച്ചിരിക്കുന്ന റിബണില്ലേ, ആ തയ്ച്ച് വെച്ചിരിക്കുന്ന റിബണ് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഇതിന് ഇടവഴി കയറ്റി കൊണ്ടുവരണം. അതായത് ഒന്നിടവിട്ട് അങ്ങനെ ചെയ്ത് നമുക്ക് ഈ മാറ്റിന് വീതിയിലും നീളത്തിലും മുഴുവൻ നമുക്കതങ്ങനെ തുണി തയ്ച്ച് റിബൺ തയ്ച്ച് കയറ്റണം. നമ്മൾ കട്ട് ചെയ്തെല്ലാം കഴിയുമ്പം അവസാനം ഇതേപോലെ ഇരിക്കും കട്ട് ചെയ്ത് വരുമ്പോൾ. അതായത് കട്ട് ചെയ്ത് വരുമ്പോൾ അറിയാതെ പോലും കത്രിക കൊണ്ട് മുകൾ വശം കംപ്ലീറ്റ് മുറിച്ച് മാറ്റരുത്, ഇതേപോലെ വരണം. എന്നിട്ട് നമ്മളതെല്ലാം കൂടെ നടുക്കി അടുപ്പിച്ചെല്ലാം ഒന്ന് വൃത്തിയായിട്ട് വെക്കണം. എല്ലാം കൂടെ ഒരേ അകലത്തിൽ നമ്മളൊന്ന് അടുപ്പിച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ വെട്ടി വെച്ച റിബണില്ലേ, ആ റിബണ് ഇതിൽ ഓരോന്നിനും ഓൾട്ടർനേറ്റീവായിട്ട് ഓരോ പീസും നമ്മൾ മാറ്റിയിട്ട് അതിന് ഇടവഴി നമ്മൾ റിബൺ കയറ്റുവാണേ. ആ റിബൺ തയ്ച്ച് അകത്താക്കുമ്പോൾ അത് നമ്മളതിൻ്റെ ചുളിവുണ്ടെങ്കിൽ, ഇത് കോട്ടൺ തുണി കൊണ്ടല്ല റിബൺ തയ്ച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ചുളിവ് പോലെ ഒരുമാതിരി വരുന്നത്. നേരെ മറിച്ച് നല്ല കോട്ടനോ പാൻറ്റിൻ്റെ തുണിയോ ഒക്കെയാണ് നന്നായിട്ടിരിക്കും. ഇനി നമ്മൾ ഓരോ റിബണും എടുത്ത് നമ്മളിതിൽ ഈ ഓരോ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ആ കട്ടിങ്ങും മുകളിലോട്ട് വെക്കണം. ഒന്നിട വിട്ട് മുകളിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഈ റിബണ് ഇതിനകത്തൂടെ കയറ്റുക. കണ്ടോ? അപ്പോൾ താഴെ ഇരിക്കുന്ന ആ പീസിലേക്ക് നമ്മൾ ഈ റിബണ് അടുപ്പിച്ച് ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ മുകളിലേക്ക് വെച്ച അത് താഴേക്ക് ഓരോന്നും താഴേക്ക് ഇടുക. വീണ്ടും നമ്മൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. കേട്ടോ? ഇനി ഇപ്പം നമ്മൾ മുകളിലോട്ട് വെച്ചില്ലേ, അത് ഇനി അടുത്ത പ്രാവശ്യം താഴെ തന്നെ ഇരിക്കണം. താഴെ ഇരിക്കുന്നത് എടുത്ത് നമ്മൾ മുകളിലോട്ടും വെക്കണം. ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഓരോന്നും അടുപ്പിച്ച് മൊത്തം റിബൺ കൊണ്ട്
ഇതിന് താഴെ വരെ നമ്മൾ വെക്കണം. ഞാൻ ഇന്ന് മുഴുവനും ചെയ്യുന്നില്ല, കുറച്ച് ഭാഗമേ ഇന്ന് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഇതുപോലെ നല്ല ഇത് ഫില്ല് ചെയ്ത് റിബണെല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്ക് പണിയുണ്ട്, ഇതൊന്നും ആയിട്ടില്ല. ഇനി നമ്മൾ കണ്ടോ, രണ്ടാമത് എടുക്കുമ്പോൾ രണ്ടാമത്തെ ലെയർ നമ്മൾ കയറ്റുമ്പോഴത്തേന് മുമ്പേ താഴേക്ക് ഇരുന്നിപ്പോൾ നമ്മൾ മുകളിലേക്ക് വെക്കുക, കണ്ടോ. ഇനി അടുത്ത ലെയർ നമ്മൾ റിബൺ വെക്കണം. ഇങ്ങനെ വെച്ച് 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 താഴെ വരെ നമുക്ക് റിബണ് അടുക്കി 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 വെക്കുക. ഇത് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. നാളെ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും ഇതിൻ്റെ ബാക്കിയെല്ലാം ഫില്ല് ചെയ്ത് ഇതിൻ്റെ ബോർഡറും ഒക്കെ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. നാളെ നമ്മളിതിൻ്റെ ഫുള്ള് പണി തീർക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ.